ഒരുപാട് നാളായിട്ട് ഞാൻ തന്നെയാണ് ഗരം മസാല ഇവിടെ റെഡിയാക്കാറ്. ഇവിടെ കടയിൽ നിന്നൊന്നും ഞാൻ ഒട്ടും വാങ്ങിക്കാറില്ല. അതേപോലെ നാട്ടിൽ പോകുമ്പോഴൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാറാണ്. അപ്പോൾ പിന്നെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ കടയിൽ നിന്നൊന്നും വാങ്ങിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിലും അതേപോലെ ഒട്ടും മായമില്ലാതെ എങ്ങനെയാണ് ഇത് റെഡിയാക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഞാനിവിടെ എല്ലാം എടുത്തിട്ടുള്ളത് മെഷറിംഗ് കപ്പിലാണ്. അപ്പോൾ 1 കപ്പ് കറുവപ്പട്ട എടുത്തിട്ടുണ്ട്, 1 കപ്പ് പെരിഞ്ജീരകം, 1/2 കപ്പ് ഗ്രാമ്പു, 1/2 കപ്പ് ഏലക്ക, ഒരു 15 തക്കോലം എടുത്തിട്ടുണ്ട്, 10 ജാതിപത്രി, ഒരു 10 കറുവപ്പട്ടയുടെ ഇലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ചൂടാക്കി എടുക്കുന്നത് കറുവപ്പട്ടയാണ്. അപ്പോൾ ഇതിൽ പൊടിയെല്ലാം ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് ഒരു നനഞ്ഞ തുണി എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ട് വേണം ഇതിനൊന്ന് ചൂടാക്കി എടുക്കാനായിട്ട്. കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടാലും മതി. ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഏലക്ക, ഗ്രാമ്പു, അതേപോലെ തക്കോലം, ജാതിപത്രി ഇത് 4ഉം കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ചൂടാക്കി എടുക്കുന്നത്. ഇതൊരു പകുതി ചൂടായി വരുമ്പോൾ നമുക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുത്താൽ മതി. ആദ്യം തന്നെ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അടിയിലെല്ലാം പെരിഞ്ജീരകം കരിഞ്ഞു പോകും, മറ്റുള്ളത് വറവാദ്യം വരും. അപ്പോൾ ഇതൊരു പകുതി വറവാകുമ്പോൾ അതിലേക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. അതേപോലെ കറുവപ്പട്ടേനെ ആദ്യം തന്നെ വറുത്ത് മാറ്റി വെക്കണം, അല്ലെങ്കിൽ ഇതേപോലെ പെരിഞ്ജീരകമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും, കറുവപ്പട്ടയിലേക്ക് അധികം ചൂട് എത്താത്ത ഒരവസ്ഥ വരും. അതേപോലെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ചൂടാക്കി എടുക്കാനായിട്ട്. ഇതേപോലെ ജാതിപത്രീനൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് മുറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്ന് ചൂടായി കിട്ടും. ഇനി ഇതിലേക്ക് കറുവപ്പട്ടയുടെ ഇലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ എപ്പോഴും ഇങ്ങനെ പൊടിയെല്ലാം റെഡിയാക്കുമ്പോൾ, മസാല എല്ലാം റെഡിയാക്കുമ്പോൾ അതിൽ ഞാൻ എപ്പോഴും ഇട്ട് കൊടുക്കാറുണ്ട്. ഇത് ഞങ്ങളെ വീട്ടിലുള്ളത് തന്നെയാണ്. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതൊക്കെ കറുവപ്പട്ടയുടെ ഇലയെന്ന് പറഞ്ഞിട്ട് വരുന്നതൊക്കെ വേറെ വല്ല ഇലകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ വീട്ടിലുള്ളത് കൊണ്ട് ധൈര്യത്തിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല ഇലയൊക്കെ കിട്ടാനുണ്ടെങ്കിൽ ഇതേപോലെ പൊടിയൊക്കെ റെഡിയാക്കുമ്പോൾ അതിലിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ അതിനെ നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഇത് നന്നായിട്ട് ചൂടാറണം. ചൂടാറിയതിൻ്റെ ശേഷമാണ് ഇത് പൊടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് ഇതിനെ പൊടിച്ചെടുക്കാം. അപ്പോൾ എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഒരു പകുതിയോളം വരുന്ന വിധത്തിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഒത്തിരി അങ്ങോട്ട് ഫുള്ളാക്കിയിട്ട് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ പൊടിഞ്ഞ് വരുമ്പോൾ അതൊക്കെ അരുവിനെല്ലാം പൊടിയാതെ കിടക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഇതിനെ പൊടിച്ചെടുക്കാനായിട്ട്. ഒരു തരിപ്പോട് കൂടിയിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഞാൻ എപ്പോഴും അങ്ങനെയാണ് പൊടിച്ചെടുക്കാറ്. ഒത്തിരി അങ്ങോട്ട് പൊടിയാക്കി കളയണമെന്നില്ല. ആദ്യത്തെ ട്രിപ്പ് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ഞാൻ പൊടിച്ചെടുത്ത് അങ്ങനെ 3 പ്രാവശ്യമായിട്ടാണ് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഞാൻ എപ്പോഴും ഇതേപോലെ ഗരം മസാല റെഡിയാക്കി വെക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി അധികം ഉണ്ടാക്കി വെക്കും. നമ്മളെപ്പോഴും ഇങ്ങനെ പൊടിക്കാൻ നടക്കണ്ടല്ലോ. അപ്പോൾ ഈ 1 കപ്പ് പെരിഞ്ജീരകം, 1 കപ്പ് കറുവപ്പട്ട, മറ്റുള്ളത് 1/2 കപ്പ് വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഒത്തിരി നാളത്തേക്ക് ഉണ്ടാവും. നമ്മളെല്ലാ കറികളിലും ചേർക്കണമല്ലേ, കടലക്കറി, മുട്ടക്കറി, അതേപോലെ ചിക്കൻ, മട്ടൻ, ബീഫ് എല്ലാത്തിലും ചേർക്കണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് എപ്പോഴും അത്യാവശ്യമാണ്. വീട്ടിൽ ഇതില്ലാണ്ട് ഇരുന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കടയിൽ നിന്നൊന്നും ഞാൻ ഒട്ടും വാങ്ങിക്കാറില്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കും. അതേപോലെ നാട്ടിൽ പോകുമ്പോഴടക്കം ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കി കൊണ്ടുപോകലാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഇല കൂടി ഇടാൻ പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും വരും കറിക്ക്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്തേക്കണം.